നിലമ്പൂരിൽ പ്രചാരണം കൊഴുക്കുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലെ ഒരുപറ്റം ആദിവാസി കുടുംബങ്ങൾ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ സമരത്തിലാണ്. സുപ്രീംകോടതി വിധി പ്രകാരം ലഭിക്കേണ്ട ഭൂമിക്ക് വേണ്ടിയാണ് ഇവരുടെ സമരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇവർക്കും ചിലത് പറയാനുണ്ട്. യൂനുസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുമ്പോൾ ഒരുപറ്റം നിലമ്പൂരുകാരായ ആദിവാസി കുടുംബങ്ങൾ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ സമരത്തിലാണ്. ആവശ്യം ജീവിക്കാനാവശ്യമായ ഭൂമിയാണ്. സുപ്രീം കോടതി വിധി പ്രകാരം ലഭിക്കേണ്ട ഭൂമി ഉടൻ ലഭ്യമാക്കണം ആവശ്യപ്പെട്ട് രണ്ടാം ഘട്ട സമരത്തിലാണ് ഈ ആദിവാസി കുടുംബങ്ങൾ. 22 ദിവസം സമരം പിന്നിടുകയും ചെയ്തു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അവരുടെ നിലപാട് എന്താണ് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഭൂമി കിട്ടാതെ ഞങ്ങൾ എന്തായാലും വോട്ട് തന്നെ തെരഞ്ഞെടുപ്പല്ല എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോകൂല എന്നുള്ളത് ഇപ്പോൾ നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ ഇത്രയും കാലം ഞങ്ങളൊരു 314 ദിവസം ഒരു കൊല്ലത്തോളം ഞങ്ങളവിടെ ITDP കിടന്ന ഞങ്ങൾക്ക് ഇപ്പോൾ ഈ 2 മാസം 3 മാസം ഒന്നൊരു പ്രശ്നമല്ല. നമ്മളെ കലക്ടർ വാക്ക് പാലിക്കാതെ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞപ്പോൾ വോട്ട് ചെയ്യൂല. വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോട്ട് എന്നല്ല ഞാനൊന്നുമല്ല, ഞങ്ങളിവിടെ സമരത്തിൽ നിൽക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഞങ്ങളെ കുറേ കോളനികളുണ്ട്. എല്ലാ സ്ഥലത്തേക്കും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സമുദായമാണ് ഇവിടെ നിൽക്കുന്നത് സമരത്തിന്. അപ്പം ഞങ്ങളെ സമരത്തിന് നമുക്ക് ഭൂമി എന്ന് കിട്ടണ് അന്ന് വോട്ട് ചെയ്താൽ മതി എന്നുള്ള ഉറച്ച തീരുമാനം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ആണ് ഞാൻ പോകുന്നത്. ഞങ്ങൾക്കിത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇത് ക്ലിയർ ആക്കി തന്നാൽ ഞങ്ങൾ ഓർക്ക് വോട്ട് കൊടുക്കും. അല്ലാത്തതാണ് ഞങ്ങൾക്കിപ്പോൾ എന്തിനാ വരെ കൊല്ലം ഓരോ ടീമെ അങ്ങനെ ജയിപ്പിച്ചിട്ട് എന്താ ഞങ്ങളെ കാര്യം ആരാ നോക്കണേ? ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിന്നിട്ടിപ്പോൾ 1-2 ദിവസങ്ങളൊന്നുമല്ല, കഴിഞ്ഞ കൊല്ലം 314 ദിവസം ഞങ്ങൾ നിന്നു. ഇതും ഇത്ര രണ്ടാം ഘട്ടം ഇരുന്നിട്ടും ഞങ്ങളാരും തിരിഞ്ഞു നോക്കില്ല. പിന്നെ ഞങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്ത് പോലെ വിജയിപ്പിക്കേണ്ടത്? ആദ്യം ഭൂമിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ, എന്നിട്ടല്ലേ ഇലക്ഷന്. ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഭൂമിയാണല്ലോ. അതിനൊരു തീരുമാനം ആരെടുക്കണോ അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങളെ കൊണ്ട് പറഞ്ഞ് കേൾക്കാൻ പറ്റിയ ആൾക്കാരൊന്നും വോട്ട് ചെയ്യൂല. വോട്ട് ചെയ്യൂല എന്നൊന്നും പറയില്ല. ആദ്യം ഞങ്ങൾ നിൽക്കാനുള്ളൊരു മണ്ണ് കിട്ടണം. അതുമ്പോൾ നിൽക്കട്ടെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ. അത് കിട്ടിയിട്ടേ ഞങ്ങൾ തീരുമാനം എടുക്കുള്ളൂ വോട്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത്. അല്ലാതെ ഞങ്ങൾ വോട്ട് ചെയ്യാനൊന്നും തീരുമാനമില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് വോട്ട് ചെയ്യണ തീരുമാനം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആദ്യം ഭൂമി കിട്ടട്ടെ, എന്നിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കുള്ളൂ. ഒരുപാട് വോട്ട് ചെയ്തു, ഇനി വോട്ട് ചെയ്യാനില്ല, ഇനി ഭൂമി വേണം. ഭൂമി ലഭിച്ചാൽ മാത്രമേ ഇനി വോട്ടുള്ളൂ എന്ന നിലപാടിലാണ് ഈ കുടുംബങ്ങൾ. ജിത്തു വെട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം.